അതല്ല ഞാൻ മഴനെ പറ്റി പറഞ്ഞു. ചാറ്റ് ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത്. ഇന്നിപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് നമ്മളെ വീഡിയോയിൽ എന്താ കാണിച്ചു തരാൻ പോണത് പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ ചെറുതായിട്ടൊരു ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏറെക്കുറെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടതാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളെ പുഴൻ്റെ ആ ഒരു മഴ പെയ്യുമ്പോഴുള്ള ഭംഗികൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒക്കെപ്പാടെ അങ്ങോട്ട് കൂട്ടിക്കലമ്പിയ ഒരു വീഡിയോസാണ് കേട്ടോ. ഒരു അൽക്കുലത്തെ വീഡിയോസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോണത്. അപ്പം രാവിലെ തന്നെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് അപ്പം അങ്ങനെ ഓക്കില്ല ചോറും കാര്യങ്ങളൊക്കെ ആക്കി ഓളങ്ങോട്ട് രാവിലത്തെ ആ ഒരു തിരക്കങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. ചോറിന് ഇതാ പുതിയ കാലം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പുത്തൻ കാലമാണ്. പിന്നെ ഒരു പച്ചക്കറി വണ്ടി ഇവിടെ മറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന പച്ചക്കറിയാണത്. ചന്തക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ ഒരാളത് എന്തൊക്കെയോ നോക്കി കിടക്കുകയാണ്. ഫോണ് കുത്തി വെച്ചിരുന്നാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചീത്ത പറയാലോ എന്ന് പോയി വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നതാണ് ഓളടുത്ത് കൂടാണ്ട്. അങ്ങനെ അവൾ നോക്കിയോണ്ട് നിൽക്കുക എന്തൊക്കെയോ നോക്കുകയാണ്. അപ്പോൾ അവളവിടെ നോക്കിക്കട്ടെ. ഞാൻ എന്താ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗം പണി ഒരുക്കാൻ നോക്കാതെ അപ്പോൾ വേഗം പണി ഒരുക്കാൻ നോക്കട്ടെ കേട്ടോ. ഉച്ചക്കും കണ്ടല്ല വൈകുന്നേരം കണ്ടിട്ടാണ് നമ്മൾ ചോറ് വെക്കണത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുറച്ച് വിഷയമൊന്നുമില്ല. അപ്പം പിന്നെന്താ പിന്നല്ലേ കുളിയും തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. കുളി തീരുമാനമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു അൽക്കുലത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അകപ്പാടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകപ്പാടൊരു വൃത്തികെട്ട നിലയിലാണ് നമ്മൾ അടുക്കള കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ പച്ചക്കറി എടുത്ത് വെക്കാറുണ്ട്. ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഭാഗത്ത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിനെ തക്കരിച്ചൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. അതിൻ്റേതായ കുറച്ച് പെട്ടി കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ അപ്പോൾ ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിപ്പോൾ കോളിങ്ങിലൂടെയാണ് നമ്മളെ എല്ലാ പരിപാടികളും നടത്തുന്നത് കേട്ടോ. ഓൾ അവിടെ നിന്ന് ഫോൺ ചെയ്യും. അപ്പോൾ ഞാനും തന്നെ ഇവിടുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഓരോ പണികളും, അല്ലെങ്കിൽ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഓരോട് വർത്താനം പറഞ്ഞിട്ടാണ് എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തീർന്ന് കിട്ടൽ. അപ്പോൾ ഓല പണിയും കഴിയും നമ്മളെ പണിയും കഴിയും കേട്ടോ. പിന്നെ ഫോൺ വിളിച്ച് ഒരുപാട് ഇരുന്ന് ഫോൺ വിളിക്കുന്ന ഒരു സ്വഭാവിക്കില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ നടക്കണോടോ ഞാൻ പണി എടുക്കണോടൊക്കെയാണ് ഫോൺ ചെയ്യൽ. കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇരുന്നും കടന്നും ഫോൺ ചെയ്യണത്. ഞാനങ്ങനെ ഇരുന്നും കടന്നൊന്നും ഫോൺ ചെയ്യലില്ല കേട്ടോ. നമ്മളെ പണി എടുത്തുകൊണ്ടാണ് സ്പീക്കറിലിട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ ചെയ്യും. അപ്പം ഈ ഉള്ളി വെളുത്തുള്ളിയൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത് എന്ന് ആരോ ഒരാൾ ഇപ്പോൾ ആ കമൻറ്റ് ഇട്ടെന്ന് പേര് ഞാൻ ഓർക്കണില്ല. അപ്പം ഇവിടെ ഞാൻ പുറത്ത് വെക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിറച്ച് എലിയാളെ ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പുറത്ത് വെച്ചാൽ അത് അങ്ങോട്ട് സേഫ്റ്റി ആയിട്ട് അങ്ങോട്ട് തോന്നലില്ല. അതുകൊണ്ടാണ് ആ അടുത്ത് ഞാൻ കൂടുതലും വാങ്ങി വെക്കലില്ല. ഉള്ളി വെളുത്തുള്ളി അതേപോലത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഞാൻ വാങ്ങിയിട്ട് വെക്കലില്ല. ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ 2 ദിവസത്തിനും 3 ദിവസത്തിനൊക്കെ വാങ്ങി വെക്കലാണ്. എന്നാൽ കേട് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഒന്നാമത് പുറത്ത് വെക്കാത്ത എലീനെ പേടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുവിധ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇതെല്ലാം തന്നെയാണ് വെക്കൽ. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി അന്ന് മുതൽ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വേഗം അടുക്കി പൊറുക്കി വെക്കട്ടെ. കൂട്ടത്തിൽ ഇപ്പോൾ ഇതാക്കുന്ന ഓളും കൂടി ഉണ്ടല്ലോ. ഓൾക്കിപ്പോൾ ഓരോ ജില്ലകളും വിളിച്ച് വരുന്നത് DLDക്കാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ ജില്ല വിളിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഓൾക്ക് കൊടുത്ത ജില്ല എത്തിയിട്ടില്ല. ഓൾ കോഴിക്കോടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമല്ലോ മക്കളെ. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കണമല്ലേ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ പഠിപ്പിക്കണം. മക്കളൊന്നും ഇപ്പോൾ വെറുതെ ഇരിക്കാനായിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ വേണം ഓൽക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഓൽ പോയിക്കോളും. അപ്പം കുറേ കഴിയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പഠിപ്പിക്കുക. കഴിയുന്നതും പഠിപ്പിക്കുക. അപ്പം അമ്മ തങ്ങനെ അവിടെ കഞ്ഞി കുടിക്കുന്നുണ്ട്. ഞാൻ സാമ്പാറിന് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള തങ്ങനെ അടിച്ചു വരാനായിട്ട് നിൽക്കുകയാണ്. സമയം അതിക്രമിച്ച് പോയിട്ടുണ്ട്. രാവിലെ ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ആ ഒരു 8:10 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പം ഞാൻ അടുക്കളയ്ക്ക് ഓടിപ്പാഞ്ഞ് ചെല്ലട്ടെ. ചോറിന് അരി ഇട്ടിട്ടുണ്ട്. പുതിയ ചെമ്പാട്ടോ. പുതിയ ചെമ്പ് പറഞ്ഞാൽ അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ വലിയതാണ് ഇവിടെ ഉള്ളത്, ഒന്നെങ്കിൽ അതിൻ്റെ ചെറുതാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടത്തരം ചെമ്പ് വേണമെന്ന് കുറേ ദിവസമായി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെമ്പ് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ സാമ്പാർ കുക്കർ സാമ്പാറാണുള്ളത്. തേങ്ങയൊന്നും വറുത്തരക്കാത്ത ഒരു പച്ചത്തേങ്ങയൊന്നും അരക്കാത്തൊരു സാധാ സാമ്പാറാണുള്ളത്. അപ്പം എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം. സാമ്പാറിൽ തേങ്ങ അരക്കാണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടാട്ടോ അടിപൊളിയാണ്. അപ്പം ഞാൻ ഇതാകണം കുക്കറിൽ പെട്ടെന്നാണല്ലോ. കുക്കറിൽ സാമ്പാർ അറിയുമ്പോൾ പെട്ടെന്നാണ്. കുക്കറിൽ എന്തിട്ടാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിക്കനാണെങ്കിലും അങ്ങനെ വേറെ എന്ത് കറിയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും വറുത്തും കൂടി ഇട്ടാണ്ടല്ലോ പരിപാടി കെങ്കേമായി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കരിച്ചും പൊരിച്ചൊക്കെ തിന്നാം.
അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട, അതിന് മാത്രം അത്രയും സിമ്പിൾ സാമ്പാറാണുള്ളത്. സിമ്പിൾ സിറ്റി സാമ്പാറാണ്. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിക്കാരട്ടെ, എന്തുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. നമ്മൾ പഴയ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും ഇനി വരാൻ പോണ വീഡിയോയിലൊക്കെ ഞാനിത് പറയും, ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് നമ്മളെ വീഡിയോസൊക്കെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിക്കൂല, ഇല്ലത് കൊണ്ട് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ല. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണത് കുറച്ച് ആൾക്കാർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും നമുക്ക് വീഡിയോക്ക് വേണ്ടിയെങ്കിലും അത് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടാക്കലുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്കിതാ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അങ്ങോട്ട് നിൽക്കാം, അങ്ങനെയാണ് ഉള്ളത്. അപ്പം അതാണല്ലോ നല്ലത്. അത് കൊണ്ടുവരും വരെ കാത്തു നിന്നാൽ നമ്മൾ ആ ഒരു മൂടാണ് പോയി കിട്ടില്ല. മൂടാണ് പോയാൽ പിന്നെ ഒന്നിനും കഴിയൂല. അപ്പം ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ പോട്ടെ, ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഒന്ന് പുഴയ്ക്ക് പോട്ടെ കേട്ടോ. പുഴയ്ക്ക് ഇപ്പം ഒന്ന് സമയം നോക്കുകയാണെങ്കിൽ 12:30 കഴിഞ്ഞ് 1 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് വായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വായ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുളിക്കാൻ വന്നതാണ്. ഇപ്പം മഴ പെയ്തോ കുഞ്ഞിമാണ് ഞങ്ങൾ കുളിക്കാൻ വന്നതായിരുന്നു. ഞാനിവിടെ നല്ല തണുപ്പുണ്ടാവില്ല വിചാരിച്ചു വെള്ളം വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല വെള്ളം കയറി. മീൻ പിടിക്കാൻ പോകുന്നു. ഡാഡി മീൻ പിടിക്കാൻ പോകും. ഡാഡി വരുന്നുണ്ടല്ലോ. ഡാഡി അതാ വരുന്നു. തിരുമ്പേന്നെ ഇങ്ങോട്ട് വന്നാണ്. വീഡിയോ എടുത്തിട്ടൊന്നും ഒരു കാര്യമല്ല. അന്ന് എന്താ നിങ്ങൾ തന്നെയാ പറയുന്നത് ഇതൊക്കെ? ഇതപ്പം നിങ്ങളൊരു സാധാരണ അല്ലാതെ ഉള്ളതാ ഏറെ ഇഷ്ടം പോലെയായി. ഫോണ് ഞാൻ കവർ കൊടുന്നിക്കണേ, പിന്നെ കൊടയും കൊടുന്നിക്കണ്. പിന്നെ എന്താ ഇപ്പം പ്രശ്നം? എവിടെയാ താഴെ വല ഇട്ടതാണ്. അപ്പം അത് എടുക്കാൻ പോവുകയാണ്. കാറ്റേക്കാരെ കല്ലില്ല, ഒരൊറ്റ കല്ലില്ല ഇവിടെ. കണ്ടോ? അതൊക്കെ വെള്ളം മൂടിപ്പോയി. 2 ദിവസമായിട്ട് നല്ല മഴ ഉണ്ട്. അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. നമുക്ക് വലയിട്ടെടുത്ത് പോയി വെക്കാം. ചെരുപ്പ് കഴുകിയോ? ബോബോ പട്ടിയാൾ അതായിരുന്നു. ബോബോ പട്ടിയാൾ നല്ല തണുപ്പാണ്. ബോബോ പട്ടിയാൾ അതായിരുന്നു. പടാ കടിക്കാതെ പടാ പടാ നോളാകുക. മീനില്ല? ഒരു മീനോ? ഒറ്റൊന്നുമില്ലേ? ഇപ്പം നമ്മളെ അച്ഛമ്മക്ക് ഭാഗ്യമില്ല, ഇവിടെ ഒറ്റ മീനില്ല. അതാവാല നമ്മൾ തന്നെയാ. അരുക്കൂടെ അതാക്കണ ഒരു വല ഇട്ടേക്കണ്. ഈ വലൻ്റെ ബാക്കിയാ? യെസ്, ഒരൊറ്റ മീനില്ല. കണ്ടോ കടി കണ്ടോ? പോത്ത് താ നോക്കണേ. അതെ, അവിടെ ആരെയോ നോക്കുന്നു. ഒറ്റ മീനില്ല. വെള്ളം ഏറി വരികയാണ്. ആ പോത്തിനെന്താ മാറ്റി കേട്ടാത്ത? പോകല്ലടി, തിരുമ്പാൻ പോവാ. വീണാൽ ഞങ്ങൾക്കൊരു കണ്ടൻ്റായി, ഒരു രസീകാരം. കണ്ടന്റ് ഇട്ടാക്കാൻ നമ്മൾ ഉസാറായതുകൊണ്ട്. അയ്യോ, കരയത്ത് കൂടെ ഒക്കെ വാടി. ഇപ്പോൾ ആ പട്ടിയാൾ വരും കേട്ടോ. വണ്ടി വിഗ്. അപ്പോൾ വന്നിട്ട് നമ്മളൊരു കണ്ടന്റ് ആക്കാം. അയ്യോ 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 ഈ കൺകൾ. അയ്യോ ഈ കൺകൾ കണ്ട. സോപ്പിട്ട് തന്നോ? ഞാൻ തിരുമ്പ. അയ്യോ, ശപ്പിളി പുളിപ്പിളിയായിരിക്കും. പട്ടിക്കുട്ടന്മാരെ കാലത്. അപ്പം ഞങ്ങൾ ഇനി അലക്കട്ടെ കേട്ടോ. അലക്കട്ടെ 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 അലക്കട്ടെ.
ഭയങ്കര തണുപ്പാട്ടോ വെള്ളം. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ആ കല്ലൊന്ന് മറിച്ചിട്ട് താഴത്തേക്ക് വേഗം പെട്ടെന്നാട്ടെ. കാലുമ്പോ കിട്ടള എളുപ്പമുണ്ടാവും. എന്നാലും അയ്യോ പറ്റി ചെയ്തിട്ടുണ്ടോ? മറിച്ചിട്, മറിച്ചിട് ഞാൻ കാണട്ടെ. ക്യാമറ ഇടി, ഞാൻ നോക്കിയാ. കാലുമ്പൊക്കെ ഇടേ, കാലുമ്പൊക്കെ ഇട് വേഗം. ഇനി ഇടി വെക്കടേ. ആകാ നന്നതി പിടി, ക്യാമറ ഇടി, ഞാൻ പിടിക്കാം. ആ വട്ടിയാളൊക്കെ അവിടെ നിർത്തി. അപ്പം അങ്ങനെ പുഴയിലൊക്കെ പോയി. നല്ല മഴയല്ല, ചീറ്റമഴ ഉണ്ടായിരുന്നു, ചീറ്റൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നല്ല വെള്ളമാണ് കേട്ടോ. വെള്ളം ഇത്തിരി കൂടിയെങ്കിലും ഇത്തിരി നല്ല വെള്ളമാണ്, നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല തണുപ്പാണ്. കുളിച്ചതുകൊണ്ട് അറിയും. അപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കുളീൻ്റെ ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ പോയി കിട്ടില്ല. അതിനും മാത്രമുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെള്ളം ഏറിയപ്പം കല്ലില്ലായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ വേഗം 2 ആളും കൂടിയും കല്ലൊക്കെ താങ്ങി പിടിച്ച് താഴത്തേക്ക് എത്തിച്ച് ഇനി തിരുമ്പാൻ തുടങ്ങട്ടെ. മൂപ്പര് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പം അച്ചമ്മ ഉണ്ടല്ലോ ഇവിടെ. അപ്പം അച്ചമ്മക്ക് മീൻ ആണല്ലോ വിചാരിച്ചിട്ട് മീൻ പിടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അതിന്മേൽ ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലതാണെങ്കിൽ നീർനായ കൊണ്ടുപോവുകയും ചെയ്ത്. അപ്പോൾ ഞാനിത്തിരി കഞ്ഞിവെള്ളം എടുത്തേച്ചെന്നു. അപ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കാണ് ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ തേക്കണത്. അപ്പോൾ പുഴയത്തെ വെള്ളവും തണുപ്പാണ്, പോരാത്തതിന് ഈ കഞ്ഞിവെള്ളം ലോക തണുപ്പാണ്. അപ്പോൾ ഏതായാലും ഒന്നെങ്കിൽ ജലദോഷം പൊടിക്കും, അല്ലെങ്കിൽ പനിച്ചവിടെ കിടക്കും. അതിനുള്ള പരിപാടിയാണ് എടുത്തുകൊണ്ട് നിൽക്കണത്. പപ്പടം വെച്ചു, പപ്പടം വെച്ചില്ല. ഇതെങ്ങനെയാടി അയ്യോ എന്താ പണിയുണ്ടോ. കുട്ടികളുടെ ആത്മാർത്ഥത കാണണം ഗൈസ് നിങ്ങൾ, എൻ്റെ കൂട്ടുകാരെ, നിങ്ങളത് കാണണം. കണ്ടോ, ഒരു കോളിഫ്ലവർ പൊരിക്കുന്നു, പിന്നെ ക്രോഷോ ചെയ്യുന്നു. കണ്ടോ, എന്തോ ഒരു ആത്മാർത്ഥയുടെ നിറകുടമേ. കണ്ടോ, ഓള് അതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ്. ഓള് കോളിഫ്ലവർ പൊരിക്കുന്നുണ്ട്, ക്രോഷോ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു എൻ്റെ കുട്ടി ഒരു ആത്മാർത്ഥയുള്ള കുട്ടിയാണ്. ഇത്രയും ആത്മാർത്ഥയുള്ള കുട്ടികളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അത് പുറത്ത് ചൊരയുണ്ട്. നമുക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ സമയം 2:15. 2:15. ഞങ്ങൾ ചോറ് ഉണ്ണട്ടെ കേട്ടോ, ചോറ് കഴിക്കട്ടെ. ക്രോഷോൻ്റെ വീഡിയോ കാണെങ്കിൽ പറഞ്ഞാൽ മതിയോളൂ, അപ്പം തന്നെ അപ്ലോഡ് ആക്കുന്നതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ആദ്യമൊക്കെ ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് നിൽക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ 1/2 പ്ലേറ്റിൻ്റെ ഒരു 1/4 പ്ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആരൊക്കെയോ കണ്ണ് വെച്ചാന്ന് തോന്നുന്നു. എല്ലാവർക്കും ചോറ് തിന്നണ ഇഷ്ടമാണെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പോൾ കണ്ണ് വെച്ചതും കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ആരോഗ്യം നോക്കിയാലാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചോറൊക്കെ ഇത്തിരി കുറച്ച് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ വല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. അപ്പം അമ്മക്ക് തന്നെ തടി ഇത്തിരി കൂടിയോ എന്നൊരു സംശയം വരുന്നുണ്ട്. അപ്പം തടിച്ച് നമുക്ക് തീരെ നീക്കാനോ നടക്കാനോ ഒന്നും കഴിയാതാവും കേട്ടോ. അപ്പം നമ്മൾ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാക്കണത് ഒരു ആനക്കാട്ടൻ സാമ്പാർ വെച്ചിട്ടുണ്ട്, കുറച്ച് ചോർക്ക്, പിന്നെ അച്ചാറുണ്ട്, ഒരു പപ്പടം ഉണ്ട്. പിന്നെ ഇപ്പം എന്തല്ലേ, ഇതൊക്കെ തന്നെ പോരെ, ചോറ് തിന്നാൽ ഇതൊക്കെ തന്നെ മതി. അപ്പോൾ അല്ലെങ്കിൽ കുറേ ചോറും കറിയും കാര്യങ്ങളൊക്കെ എടുത്താലേ അല്ലേ ചോറ് ഇഷ്ടം പോലെ തിന്നുള്ളൂ, മൂക്കുമുട്ട തിന്നുള്ളൂ. അപ്പം മടുക്കാനായിട്ട് ആദ്യം 2 ഗ്ലാസ് വെള്ളം കൊണ്ട് കുടിക്കും, എന്നിട്ടാണ് ചോറ് തിന്നും. പിന്നെ കയ്പങ്ങുപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയാണ് ചോറ് തീറ്റ. കണ്ടോ, കുറേ നേരമായി ഞങ്ങൾ തിരിഞ്ഞിരിക്കാൻ പറയുന്നത്, നടക്കണില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഇരുന്ന് തിന്നട്ടെ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.